ഈ രാത്രി സമയം കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ദൈവവചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും വീണ്ടും വന്ദനം. ഈ ആഴ്ചയിൽ we are going to look at Romans chapter 3, beginning with verse 9, and if possible we will I hope we can at least cover until verse 20. We may not be able to go in detail, but at least we will have an outline or a general theme expounded from that particular passage. ആ പ്രത്യേക വേദഭാഗത്ത് നിന്ന് റോമാലേഖനം 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിപ്പാനായിട്ട് പോവുകയാണ്. ഓരോ വാക്യങ്ങളും എടുത്ത് നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ പല കാര്യങ്ങളും നമ്മൾ തെറ്റായിട്ട് ധരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ പർട്ടിക്കുലർ തീം, the main topic, the main idea in this paragraph, if you don't understand it clearly, we misunderstand many things as far as our salvation is concerned. The doctrine of salvation is concerned. And we know Paul was expounding the gospel of God. He began with, in chapter 1 and verses 16 and 17, that I am not ashamed of the gospel. And we know why he says he is not ashamed. He gives the answer, because it is the power of God. And why, Paul, it is the power of God? Because in the gospel, in it is revealed the righteousness of God from faith and to faith. Paul 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാണ് പൗലോസെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്? അതിൻ്റെ കാരണം അത് ദൈവശക്തിയാണ്. എന്തിന് ദൈവശക്തിയാണ്? വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിപ്പാൻ തക്കവണ്ണം, യവനനോ യഹൂദനോ അവനെ രക്ഷിപ്പാൻ തക്കവണ്ണം അത് ശക്തിമത്താ. എന്താണ് സുവിശേഷത്തിൻ്റെ ശക്തി? പോൾ പറയുന്നു, അതിൽ ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെട്ട് വന്നേക്കുന്നത്. മനുഷ്യൻ്റെ നീതിയല്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, മനുഷ്യൻ്റെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷം ശക്തിയുള്ളതാകുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിച്ചു, അതിൻ്റെ 18 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ നീതി മാത്രം സുവിശേഷത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്. മറ്റൊന്നിനും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ലേ? ഇല്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. സോ ദൈവകോപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും കഴിയുകയില്ല, മനുഷ്യൻ്റെ ഒരു നീതിക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ തന്നെ നീതിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സോ Paul says in the, I have already explained that in detail, therefore I will not go in detail, but let me say this. Paul says God's wrath is being revealed. And when God's wrath is revealed,
no amount of good works on the part of man will save him from the wrath of God. And let me give you a small illustration. We know when Jesus died on the cross. We know God's love is there on the cross. To be sure, no doubt about it. At the same time, we know God's wrath is manifested on the cross. Because all have sinned and come short of the glory of God. And the wages of sin is death. The due punishment for every sin is death, and cross testifies to the fact that God cannot and will not let go of man's sin without punishing it. But the problem is, if God punishes every sinner, he is no more. There is no hope. So, what did God do? According to Paul, we read in 2 Corinthians chapter 5 and verse 14 and 15, when Christ died, all have died. In other words, every born-again child of God was there in the cross of Christ. In Christ, we also died with Christ. So that is the meaning of the cross. And in a way, that is the very manifestation of God's wrath against the human race. All have sinned, and therefore the wages of sin is death. അപ്പോൾ കാൽവറി ക്രൂശിൽ യേശു കർത്താവിൻ്റെ മരണത്തിങ്കൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ കോപവും പ്രദർശിപ്പിക്കപ്പെടുന്നു. എന്ത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമ്മെയും ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, 2 കൊരിന്ത്യർ 5:14, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. We died with Christ on the cross. Now, so that is God's doing, not our doing. Okay? അപ്പോൾ രക്ഷയെന്നുള്ളത് ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിൻ്റെ പ്രവൃത്തി. It is God's work. Okay, having said that, in the Gospel of Matthew, it is written, when Christ died on the cross, Matthew records a very amazing phenomenon that has happened in the very temple of God. What's that? We know there is a curtain between the most holy and the holy place. And Matthew records, when Jesus died, the curtain of the temple was torn from top to bottom. That is very important. Why? Because for generations, human beings, because God commanded the people of God that they had to do many sacrifices every year and almost every day.
they used to do all the sacrifices. All those sacrifices were done on earth, which means all those works were done on earth. In other words, those works were human works. And that was, in fact, pointing to the great sacrifice once and for all accomplished on the cross. We know that. യേശു കർത്താവിൻ്റെ മരണത്തെങ്കിൽ നമ്മൾ വായിക്കുന്നു, മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിവരെ ചിന്തിപ്പോയി. നമുക്കറിയാം, അതുവരെ തലമുറകളായിട്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ ആ കൽപ്പനയനുസരിച്ച്, ഇസ്രായേലിന് കൊടുത്ത പ്രമാണമനുസരിച്ച് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. ആ യാഗങ്ങളെല്ലാം തന്നെ ഭൂമിയിലെ യാഗങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യനർപ്പിക്കുന്ന യാഗങ്ങളായിരുന്നു, മനുഷ്യൻ്റെ പ്രവൃത്തിയായിരുന്നു. പക്ഷേ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവില്ലാതെ ഇരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ട് അവനെ വേർതിരിച്ചിരുന്ന ആ തിരശ്ശീല മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും എന്നേക്കുമായി മാറ്റുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാൽ, മനുഷ്യൻ്റെ പ്രവൃത്തിയായിരുന്നെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടായിരുന്നു കയറേണ്ടത്, എന്നാൽ മുകളിൽ നിന്ന് താഴോട്ട് കീറിയതുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിയൻ സാധിതമായി. ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ ഒരു കാര്യം നാം മനസ്സിലാക്കുമ്പോഴാണ് എത്ര നല്ല മനുഷ്യരും ദൈവമുൻപാകെ അവർക്കാർക്കും തന്നെ അവരുടേതാകുന്ന ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ഇതിനാൽ മാത്രമേ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ആ കാര്യം പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തു. അത് യഹൂദനാകട്ടെ യവനനാകട്ടെ ആർക്കും തന്നെ അവരവരുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ, രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. ഓക്കെ, ആ കാര്യം വിശദീകരിച്ചിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന വേദഭാഗമാണ് റോമാലേഖനം 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള ആ വാക്യങ്ങൾ. ഓക്കെ, ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് why every human being stands condemned before a holy and righteous God, be he a Jew or be he a Gentile, he is condemned. And that's what he explained.
until chapter 3 and verse 8. Now, he is wrapping up, he is concluding that argument before he presents the good news. So this is the final that proverbial nail in the coffin, the final nail in the coffin, and he is concluding that there is absolutely no human being in and of himself able to be justified before a holy God. And to conclude and to wrap up the argument, he uses a series of Old Testament scripture to prove the point that man, whether he be a Gentile or a Jew, is radically corrupt. He is radically deprived, and everyone is condemned before a holy God. നോക്കുക, ഇതാണ് പൗലോസ് പറയുന്നത്. തുടർന്നുള്ളതാകുന്ന ആ വേദഭാഗം 9 മുതൽ 20 വരെയുള്ളതാകുന്ന വേദഭാഗം പോള് അതുവരെ പറഞ്ഞു വന്നതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. അതായത് കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ മാത്രം രക്ഷ എന്നുള്ള വിഷയം പറയുന്നതിനു മുൻപേ ആ ബാഡ് ന്യൂസ് അല്ലെങ്കിൽ ആ സദ്വർത്തമാനം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപേ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള, മനുഷ്യൻ എത്ര അടിസ്ഥാനപരമായി വഷളായിരിക്കുന്നു എല്ലാ മനുഷ്യരും, ആ കാര്യം വിശദീകരിപ്പാനായി പഴയ നിയമത്തിൽ നിന്നും അനേക വേദഭാഗങ്ങൾ പൗലോസ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, നമുക്കിനിയും 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അതിൻ്റെ ശേഷം ആ ഭാഗം പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. Look at that. Paul says, what then? Are we Jews any better off? No, not at all. For we have already charged that all, both Jews and Greeks, he charged that beginning with chapter 1 verse 18 to 3 verse 8. Okay, the charge has already been made. What is the charge? Jews and Gentiles are under sin. What does he mean? He equates sin as a tyrant, as a merciless tyrant. And sin is on top of all of us. We are weighed down under the weight of sin. That is the picture. നമ്മളവിടെ ശ്രദ്ധിച്ചാൽ, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. നമുക്ക് എന്ന് പോൾ പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ട് യഹൂദനെക്കുറിച്ചാണ്. കാരണം 3:1 താൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്നാൽ യഹൂദൻ എന്ത് വിശേഷത?
അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ മൂന്നിന്റെ ഒന്ന്. Look at that verse 3 and chapter 3 and verse 1. Then what advantage has the Jew? And here he asks in verse 9, are we Jews any better off? No, not at all. Does he contradict himself? No. Why? Because in chapter 3 verse 1 he asks, do we have any advantage, Jews? And he says yes. And what is that advantage? Your advantage is you have been entrusted with the word of the Lord. That is the advantage. And when you have been entrusted with the word of the Lord, you are also under solemn responsibility. So, with the advantage comes the responsibility. But the problem is, because of sin as a tyrant over us, because sin rules over everybody, no one is able to keep the law of God. That's the problem here. അപ്പോൾ 3:1 പോൾ ചോദിച്ചു, എന്താണ് വിശേഷത? അവൻ പറഞ്ഞു, വളരെ ഉണ്ടല്ലോ. എന്താ അത്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മുടെ പക്ക തന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്നാ? അരുളപ്പാട് കിട്ടിയപ്പോൾ അരുളപ്പാടിൻ്റെ ഒപ്പം എന്തോ കൂടെ വന്നു? ഉത്തരവാദിത്വം കൂടെ വന്നു. നിങ്ങൾ ചുരുക്കം പേരായിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു. പക്ഷെങ്കിൽ ഇനി പലരും വരാത്തത് ഇതുകൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. The more we hear, the more we listen, the more we know this is what it means to obey God, to live for God, the more we hear. അതുകൊണ്ട് ഉപദേശിച്ച് ഞങ്ങൾ വരാത്തത്. The more responsibility we have. പക്ഷേ വന്നാലും വന്നില്ലേലും നമ്മളെ ദൈവം കണക്ക് ചോദിക്കാതെ വിടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് വരാതിരിക്കാനുള്ള അറിവുള്ള ചിലരുണ്ടല്ലോ. ചിലപ്പോൾ അവർ ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവും. പിന്നീട് അവരോടാണ് ഞാൻ പറയുന്നത്, വീട്ടിൽ ഇരുന്ന് കേട്ടാലും കേട്ടില്ലേലും യു ആർ അണ്ടർ സോളം റെസ്പോൺസിബിലിറ്റി. ഗൗരവമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പിന്നെ വരാത്തതിന് പിന്നെ വേറെ കണക്ക് അഡീഷണൽ കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, വരാൻ കഴിയുമായിട്ടും വരാതിരുന്നതിന് വേറെ കണക്ക് കൊടുക്കണം. പിന്നെ വന്ന് കേട്ടപ്പോൾ അതിന് കണക്ക് കൊടുക്കണം. വീട്ടിൽ ഇരുന്ന് കേട്ടാലും. അതുകൊണ്ട് വ്യൂവർഷിപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. either way you are in a lose situation. കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മൾ കണക്ക് കൊടുത്തേ പറ്റൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ട് പോളിലൂടെ പറയുക 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞു എന്താ വിശേഷത? വിശേഷത അരുളപ്പാട് കിട്ടിയതാ വിശേഷത. എന്നാൽ ഇവിടെ നമുക്ക് എന്നാ വിശേഷത? രക്ഷയോടുള്ള ബന്ധത്തിൽ യഹൂദനാണെന്നോ യവനനാണെന്നോ ഉള്ളതിനൊന്നും ഒരു വിശേഷതയില്ല. എല്ലാ യഹൂദനെന്ന് പേരുള്ളവരെല്ലാം അങ്ങ് രക്ഷിക്കും. നോ, അങ്ങനെ ഒരു പഠിപ്പിക്കലൊക്കെ ഇപ്പോൾ ഉണ്ട്. അല്ല, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞ് എന്നുകൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. ക്രിസ്തുവിലൂടെ മാത്രം ഏകമാർഗമേ ഉള്ളൂ. രണ്ടാമതൊരു മാർഗമില്ലേ ഇല്ല.
അതാ പോൾ പറയുന്നത്. That is exactly what Paul says here, verse 9. Are we Jews any better off? Do we have any advantage? No, not at all. For we have already charged that all, both Jews and Greeks, are under sin. So, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാകുന്നു. പാപത്തിൻ്റെ കീഴിൽ, ആ വെയിറ്റിൻ്റെ താഴെ. ഓക്കെ. എന്നിട്ട് എത്രത്തോളം നമ്മൾ പാപത്തിൻ്റെ കീഴിലാണ്? എത്രത്തോളം പാപത്തിൻ്റെ കീഴിലാണ്? ആരൊക്കെ പാപത്തിൻ്റെ കീഴിലാണ്? എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. ഈ ഒരു ചിത്രം, let us read further. നമുക്കതിൻ്റെ താഴോട്ട് വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. So the fact of the universal bondage of sin and guilt, Paul is going to prove from the scriptures. So in other words, Paul says this is not a novel idea invented by Saul of Tarsus. Rather, it is there in the Old Testament scriptures, of which Jews are the primary custodians. അതാ പോൾ പറയുന്നത്. അതായത് തർസോസുകാരനാകുന്ന ശൗലെന്ന ഒരാൾ ഇൻവെൻ്റ് ചെയ്തൊരു കാര്യമല്ല. ഏത് കാര്യം? യഹൂദനും യവനനും എല്ലാം ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണെന്ന്. പിന്നെയോ ഇത് തിരുവെഴുത്ത് പറയുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്, ഇംഗ്ലീഷിൽ അത് തുടങ്ങുന്നത് ആസ് ഇറ്റ് ഈസ് റിട്ടൺ. ആസ് ഇറ്റ് ഈസ് റിട്ടൺ. അത് മലയാളം വേദപുസ്തകത്തിൽ അതിന് 18-ാമത്തെ വാക്യത്തിൽ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പോള് പറയുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് വായിച്ചോളൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ലുക്ക് അറ്റ് ദാറ്റ്. അപ്പോൾ ആ 10-11 വാക്യങ്ങൾ, verses 10 and 11, those verses 10 and 11, it's probably a quotation from Ecclesiastes chapter 7 and verse 20. It's not an exact quotation, but that is the idea. 10-11 വാക്യങ്ങൾ എന്നുള്ളത് സഭാപ്രസംഗി 7-ാം അധ്യായം 20-ാം വാക്യത്തിലെ ആശയമാണത്. ഓക്കെ. Now, verse 12. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഓക്കെ. സങ്കീർത്തനം 14-1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. Psalm 14 verses 1 to 3. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. Look at that. എല്ലാവരും. അപ്പോൾ സങ്കീർത്തനം 14-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പോൾ പറയുന്നത്. So Paul quotes from
in verse 12, Psalm number 14, verses 1 to 3. And also, if you will please turn with me to Psalm 53, 1 to 3. 53, 1. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി the same quotation again. മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. മതിയാകും. അപ്പോൾ ഈ വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പൗലോസ് ഉദ്ധരിക്കുക. ഇത് ആ കാലത്തുണ്ടായിരുന്ന വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു വിഷയം വ്യാഖ്യാനിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് അന്ന് അവൈലബിളായിട്ടിരുന്ന വേദഭാഗമെന്നുള്ള പഴയ നിയമമാണ്. അപ്പോൾ അതിൽ നിന്നാണ് ടീച്ച് ചെയ്യുന്നത്, അതിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാമല്ലോ, സിനഗോഗുകളിൽ പൗലോസും ഒക്കെ പോയി പ്രസംഗിക്കുമ്പം പഴയ നിയമ തിരുവെഴുത്തുകളെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച്, മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്, അപ്പോൾ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പഴയ നിയമത്തിലെ കാര്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം യഹൂദൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഒരു മൂടുപട അവരുടെ മുഖത്തിങ്ങനെ കിടക്കുകയായിരുന്നു. അതല്ലേ 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം. Whenever the law is read, all those Jews, whenever they read it, whenever they study it, Paul says in 2 Corinthians chapter 3, there was a veil over their face. They couldn't understand. And that is precisely why when Jesus was speaking to the Pharisees and the scribes, he said, you search the scriptures. You always search the scriptures, but you have no intention to come to me for life. Because you think you have life in scripture, you search the scriptures, but you have no intention to come to me, the very giver of the life, of whom all the Old Testament scriptures pointed to. യേശു കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, പഴയ നിയമം അരച്ച് കലക്കി പഠിച്ചതാകുന്ന ശാസ്ത്രിമാരും പരീശന്മാരോടും കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരുവെഴുത്ത് പരിശോധിക്കുകയാണ്, പക്ഷെങ്കിൽ ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്ക വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം എന്നറിയാമോ? തിരുവെഴുത്തെല്ലാം വിരൽ ചൂണ്ടുന്നത് ആരെയാ? മെസ്സിഹായെക്കുറിച്ചാണ്. പക്ഷേ ആ മെസ്സിഹ വന്ന് മുന്നേ നിന്നിട്ടും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. നോക്കിക്കേ, ഇതാ മനുഷ്യൻ്റെ പ്രശ്നം. സോ ഈ ഒരു പ്രശ്നത്തെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ റാഡിക്കൽ ഡിപ്രേവിറ്റി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവൻ വഷളായി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രശ്നം എന്താ? അവൻ്റെ പ്രശ്നം, അവൻ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒക്കെ ശരിയാണ്. പക്ഷെങ്കിൽ അവൻ്റെ പ്രശ്നം അവന് ക്രിസ്തുവിനെ അറിയാൻ കഴിയുന്നില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ പൗലോസ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും മനുഷ്യൻ്റെ ഒരെഫേർട്ടും ഇതൊന്നും കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്താനായി കഴിയുന്നതല്ല. ഓക്കെ, ഞാൻ ആ വേദഭാഗം അല്പം കൂടെ വിശദമാക്കാം, ഒന്ന് വായിച്ചോളൂ. അടുത്തത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. ഓക്കെ, നൗ ഈ വേദഭാഗങ്ങൾ വേഴ്സ് 13, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. ഈ വേദഭാഗം ഏതാണെന്നറിയാമോ? സങ്കീർത്തനം 5:9. This is a quotation, verse 13.
Romans 3 verse 13 is a quotation from Psalm number 5 and verse 9. അവരുടെ വായിൽ ഒട്ടും നേരില്ല. ആ വാക്യത്തിൽ അവരുടെ എന്നാ അവിടെ 13-ാമത്തെ വാക്യം, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. അടുത്തത് സർപ്പവിഷം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ. The poison of vipers is on their lips. Psalm number 140 verse 3. That is the quotation. And verse 14. 14-ാം വാക്യം. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. നോക്കുക, 10-ാം സങ്കീർത്തനം 7-ാം വാക്യം. Psalm number 10 and verse 7. Next. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവരറിഞ്ഞിട്ടില്ല. Okay, 3 verses. 15 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ verse 15 to 17, these verses are quotations from Isaiah 59:7 following. ഈ 3 വാക്യങ്ങൾ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനം 59-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളും സദൃശ്യവാക്യങ്ങൾ 1:16. And finally verse 18. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഈ വേദഭാഗം 36-ാം സങ്കീർത്തനം 1-ാം വാക്യം. Verse 18 is a quotation from Psalm number 36 and verse 1. Okay. അപ്പോൾ when Paul uses these Old Testament scriptural passages to prove the point that man is radically corrupt, we can at least understand 3 things from this passage. Okay. അപ്പോൾ ഈ വേദഭാഗത്ത് പഴയ നിയമ ഉദ്ധരണികളെടുത്ത് മനുഷ്യൻ അടിസ്ഥാനപരമായി അവൻ വഷളായിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. 1, number 1, it declares that man is basically ungodly. Man is basically ungodly. Now contrast that statement with the popular statement, man is basically good. Okay? ഇവിടെ പോൾ പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അവൻ അഭക്തനാണ്. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനല്ല. നമ്മൾ പറയും ദൈവത്തെ അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ വേദപുസ്തകം പറയും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എന്നിട്ട് പറയുകയാണ് നീതിമാൻ ആരുമില്ല. നോ നോ നോട്ട് വൺ. അപ്പം നമ്മൾ ചിന്തിക്കും എത്രയോ പേരുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ. ഇല്ല. പിന്നെ ദൈവത്തെ അന്വേഷിക്കാനുള്ള കമാൻഡില്ലേ വേദപുസ്തകത്തിൽ? ഉണ്ടല്ലോ. അതെങ്ങനെയാണ് പറ്റുന്നത്? മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ. പിന്നെ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. പക്ഷേ ഈ കാര്യം ആരോടാ പറയുന്നതെന്നറിയാമോ? എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് പറയുന്നത് ആരോടാണെന്നറിയാമോ? ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസിനോട് പറയുമ്പോൾ
they have already entered a covenant relationship with Yahweh. And to that people, God says, seeking me is not a one-off or a once-in-a-lifetime affair. Rather, it is a continuous process. You need to constantly seek my face, because I sought you in that desert and I found you and I carried you. That's what he says to the people of Israel in the book of Deuteronomy. I carried you, I sought you, I found you. Because I sought you and found you, seek my face. So before they were in a position to seek God sought them first. അല്ലേ? അവര് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് സങ്കീർത്തനത്തിൽ പറയുന്നതിന് മുൻപേ അവരെ ദൈവം അന്വേഷിച്ചത് കൊണ്ടാണ്, ദൈവം കണ്ടതുകൊണ്ട്. അതുകൊണ്ടല്ലേ അബ്രഹാമിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ തേരഹ് അബ്രഹാമിനെ കൂട്ടി. In the book of Genesis, it is written in the last part of chapter 11 that Terah took Abram and his wife Sarai and his brother's son Lot, and there was a group of people, and Terah began journeying and he came to Haran. That's what we read. But only in the book of Acts of the Apostles, chapter 7, we read in the sermon of Stephen, before Abraham set out from Mesopotamia, God of glory appeared to him. So, what was the cause of Abraham setting out from Mesopotamia in the first place? The God of glory appeared to him. അല്ലേ? പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. തേജോമയനായ ദൈവം മെസപ്പൊട്ടോമിയയിൽ അബ്രഹാമിന് പ്രത്യക്ഷനായതുകൊണ്ടാണ് അബ്രഹാം യാത്ര തിരിക്കുന്നത്. അല്ലേ? അതാ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തലരുടെ പ്രവൃത്തി 7-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. So, when the Bible says, seek my face, it tells to the people who have already entered a covenant relationship with God. To them God says, seek my face. And to the disciples of Christ, Jesus tells in that so-called Sermon on the Mount, seek ye first the kingdom of God and his righteousness. അല്ലേ? And that is precisely why Paul says, there is no one who seeks God. No, not even one. Because man in his radical depravity, he will not seek God, rather he will seek his own interest. Because sin rules over him. And when you just meditate on this, you will really appreciate the gift of salvation. ഇത് മനസ്സിലാക്കുമ്പോഴാ ദൈവം തന്ന രക്ഷാദാനത്തിൻ്റെ മാധുര്യമോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നത്. കാരണം എന്നാണെന്നറിയാമോ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്നു ഞാൻ, അല്ലേ?
ദൈവനോട് കരുണ ചെയ്തല്ലേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ട്രാക്റ്റ് കൊടുക്കാൻ പോകുമ്പം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കുക, പക്ഷെങ്കിൽ നീ ചിലരുടെയെങ്കിലും കണ്ണ്, അപ്പോൾ ആരാ തുറക്കുന്നത്? ദൈവം. ദൈവമാണ് തുറക്കുന്നത്. അപ്പോൾ അങ്ങ് ചിന്തിച്ചേ, ദൈവം കണ്ണു തുറന്നത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്? അങ്ങനെയെങ്കിൽ ദൈവം ദാനമായി തന്ന രക്ഷയോർത്തിട്ട്, അതോർത്തിട്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ആരേലും പറഞ്ഞു തരണോ? Once you understand the value and the beauty and the preciousness of the gift of salvation, you begin to appreciate that. Lord, thank you. അല്ലേ? അതോർക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാരണം പോൾ ഇവിടെ പറയുന്നത് എന്നാ? നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. പിന്നെ 11-ാം വാക്യം, ഗ്രഹിക്കുന്നവനില്ല. നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ മനുഷ്യൻ്റെ പ്രശ്നം എന്താ? മനുഷ്യൻ്റെ പ്രശ്നം, മനുഷ്യൻ എപ്പോഴും തൻ്റേതാകുന്ന താല്പര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. തൻ്റേതാകുന്ന താല്പര്യങ്ങൾ. അപ്പോൾ പറയുക, ഗ്രഹിക്കുന്നവൻ ഇല്ല. അടുത്തത് 12-ാം വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. അപ്പോൾ ഒന്നാമതായിട്ട്, the essence of sin is ungodliness. പാപത്തിൻ്റെ ആകത്തുകയെന്ന് പറഞ്ഞാൽ അഭക്തിയാണ്. അതുകൊണ്ടല്ലേ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ, അഭക്തർക്കു വേണ്ടി ആര് മരിച്ചു? ക്രിസ്തു മരിച്ചു. പാപികൾ, ബലഹീനർ, പിന്നെ ശത്രുക്കൾ, അഭക്തർ. ഇതായിരുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ. നമ്മളാരും ദൈവത്തെ അന്വേഷിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ തലമുറയിലെ ഭക്തന്മാർ പാടിയത്, എൻ്റെ രക്ഷാദാനമോ. ബാക്കി അറിയാമോ? പെട്ടെന്ന് ഞാൻ അതിൻ്റെ അടുത്ത വരികൾ, ഒന്നും ചെയ്തിട്ടല്ലേ ഞാൻ നിന്നുടെ കൃപ. അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആ കഴിഞ്ഞ തലമുറയിലെ ഭക്തന്മാർക്ക് നല്ല കൃത്യമായിട്ട് വെളിപ്പെട്ടു. അതിൻ്റെ കാര്യം എന്നാ? അവർ വീണ്ടും ജനിച്ചവരായിരുന്നു. ഇന്ന് വീണ്ടും ജനിക്കാത്തവൻ പാട്ടെഴുതുമ്പോഴാണ് അവൻ പറയും, എൻ്റെ ശത്രുവിനെ മുടിഞ്ഞു പോവും, അവനെ അടിച്ചു തകർക്കും, ഇവനെ അടിച്ചു പൊട്ടിക്കും. വീണ്ടും ജനിക്കാത്ത ഒരു പാട്ടെഴുതുക, അത് പാടാൻ കുറേ പെന്തക്കോസ്തുകാരുമുണ്ട്. വീണ്ടും ജനിക്കാത്തവർ എഴുതുന്ന പാട്ട്. എന്നാൽ വീണ്ടും ജനിച്ചവൻ എഴുതുന്ന പാട്ട് എന്നാണെന്നറിയാമോ? രക്ഷാദാനമോ. അതെത്ര മാധുര്യം! എന്നെ വീണ്ടതോ, അയ്യോ അതെത്ര ആശ്ചര്യം അല്ലേ? എന്തോ ആശ്ചര്യം! എന്നെ വീണ്ടെടുക്കാൻ എന്താ കാരണം? അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടവൻ ചിന്തിക്കുന്നത്. വീണ്ടും ജനിച്ചവൻ്റെ ചിന്തയതാ, കർത്താവേ അങ്ങയുടെ രക്ഷയ്ക്കായി നന്ദി. എന്നെ വീണ്ടെടുക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ലോ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നു. നോക്കിയേ, റാഡിക്കൽ
കറപ്ഷൻ, റാഡിക്കലി കറപ്റ്റ്. അടിസ്ഥാനപരമായിട്ട് വഷളായിരുന്നു നമ്മളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മളാരും ചിന്തിക്കരുത്, ഇത് പോൾ പറയുന്നത് ചിലരെക്കുറിച്ച് മാത്രമല്ല. ഈ റാഡിക്കൽ കറപ്ഷൻ അത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ദേ ആർ റാഡിക്കലി കറപ്റ്റ്. ഓഫ് കോഴ്സ് ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റിക്ക് മുൻപ് സ്വർഗത്തിൽ, ഓഫ് കോഴ്സ് അത് ദൈവത്തിൻ്റെ കാര്യം, അത് വേറൊരു വിഷയം. എന്നാൽ റാഡിക്കലി കറപ്റ്റ്, കാരണം ഇവിടുത്തെ വിഷയം എന്നാണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാവരും വഴി പോലെ വഴിതെറ്റി. 12-ാം വാക്യം. ഗ്രഹിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളരുതാത്തവരായി തീർന്നു. നോക്കുക, എല്ലാവരും വഴി തെറ്റി. അപ്പൊ എല്ലാവരും, look at verse 12, all have turned aside, no one walked on the right path. Everyone. Do you know, in chapter 53 of Isaiah, all have turned aside. നാം എല്ലാവരും ആരുടെ വഴിക്ക് തിരിഞ്ഞെന്നാ? നമ്മുടെ വഴിക്ക് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം, ഈ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു കാര്യം, ഈ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ, ദേ ആർ സോ ലവ്ലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞേ, അവരെ അങ്ങനെ ലിറ്റിൽ ഏഞ്ചൽസ് ആക്കി വെച്ചേക്കുന്നത് എന്നാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അവരെ അങ്ങനെ ബ്യൂട്ടിഫുള്ളി ലിറ്റിൽ ഏഞ്ചൽസ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ അവരെ തീർത്തേനെ. അതുകൊണ്ട് അവരെ അത്ര ബ്യൂട്ടിഫുൾ ആക്കിയേക്കുന്നത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് ഹാമിങ് ദം. നോ പേഴ്സൺ ഇൻ ഹിസ് റൈറ്റ് മൈൻഡ് will ever think of harming a child. If somebody does that, he is really radically corrupt ആയതുകൊണ്ട്. Okay, leave that aside. On the other hand, ഈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽസിന്, അല്ലേ, ഈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽസിന് 1 വയസ്സുള്ള 2 വയസ്സുള്ള ഈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽസിന് 25 വയസ്സുള്ള ഒരാളുടെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ നമ്മളെ കൊന്നേനെ. മേക്ക് നോ മിസ്റ്റേക്ക് അബൌട്ട് ദാറ്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ആ ഷൈനി വാച്ച് നമ്മുടെ കയ്യിലുള്ള അവരിത് പിടിക്കും, അല്ലെ വിലയുള്ള ഫോൺ പിടിക്കും. 2-3 പ്രാവശ്യം ഒന്ന് കൊടുക്കാതിരുന്നേ, ദേഷ്യം കാണിക്കുകയോ ഇല്ലയോ? ഒന്നീ ഭയങ്കര ടെമ്പർ ടാൻഡ്രം ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത്? ഒന്ന് ചിന്തിച്ചേ, ആ നിമിഷം ആ കുഞ്ഞിന് 25 വയസ്സുള്ള ഒരാളിൻ്റെ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒറ്റയടിക്ക് കൊന്നേച്ചതെടുത്തേനെ. നോ, ദിസ് ഈസ് നോ ജോക്ക്. ഇത് ജോക്കല്ല ഞാൻ പറയുന്നേ. ഒരു ദൈവത്തിനത് പറഞ്ഞ ഞാനത് കേട്ടപ്പം ശരിയാണ് കാര്യം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ദ റാഡിക്കൽ ഡിപ്രേവിറ്റി. കാരണം എന്നാ? എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി. Everybody wants to have his or her way. എല്ലാവർക്കും ആരുടെ വഴിയാണ് വേണ്ടത്? എൻ്റെ വഴി. ഇതാ പാപം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം കേട്ടോ. ഇതാ നമ്മുടെ ബേസിക് പ്രശ്നം. നമ്മുടെ ബേസിക് പ്രശ്നം ഇതാ. പാപമാ പ്രശ്നം, അല്ല വേറൊന്നുമല്ല പ്രശ്നം. അത് ഡീല് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ സ്വരൂപത്തോടെ
ഓഫ് കോഴ്സ് പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിച്ചു. സേവിംഗ്ലി ബിലീവ്ഡ്. വെൻ യു ഹാവ്, as the hymn writer rightly put it, the vilest offender who truly believes that moment from Jesus a pardon receives. It is true, but it is only the beginning. It is only the beginning. We are being saved from the power of sin. Although I have been forgiven of my guilt that God in Christ forgave me because of Christ. But that is only the beginning. But I am being saved from the power of sin. The power of sin is it is so powerful. Sin has got enormous power. But the power is broken when you came to Christ. But it is not taken away completely. It is there. You have been ആ ക്ലച്ചസിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു എന്നുള്ളത് ശരിയാ, രക്ഷിക്കപ്പെട്ടപ്പോൾ. പക്ഷെങ്കിൽ ആ ശക്തി അതപ്പോഴും ഉണ്ട്. എന്നാൽ ആ ശക്തിയിൽ നിന്ന് ക്രമേണ, അതിൻ്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഡൂയിങ്, അല്ലേ? ഇത് ദൈവത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതാ പോൾ പറയുന്നത്. നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എന്നാൽ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നേ. But now God's righteousness is being revealed without the works of the law in the gospel. So before Paul expounds in greater detail the gospel, he gives us the bad news, what we are by nature what we are, and he is going to explain what we are by the grace of God. Okay? നമ്മുടെ സ്വഭാവത്താൽ, ബൈ നേച്ചർ, റാഡിക്കലി നമ്മൾ എന്താണെന്ന് പോൾ പറഞ്ഞിട്ടാണ് കൃപയാൽ നാം എന്തായിത്തീരും. ആ മനോഹരമാകുന്ന പാട്ടുണ്ടല്ലോ, കൃപയാൽ ഏതൊരു പാതകനെയും പാവന ശോഭിതനാക്കും. അല്ലേ, എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. Only the gospel. It is such a grace and mercy that God in his kindness opened our eyes to see the beauty of Jesus Christ crucified, and the gospel and the redeeming power of the gospel. To experience that, it is such a marvelous grace towards us. ആ ദൈവത്തിൻ്റെ അഗാധമാകുന്ന കൃപയെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. അടുത്ത ആഴ്ചകളിൽ നമുക്കത് വിശദമായിട്ട് ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം.